നമുക്ക് ഇന്ന് പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ധ്യാനം ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ മേലാവസിക്കണമേ, ശ്രോതാക്കളുടെ മേലാവസിക്കണമേ. ധാരാളമായ ആൾക്കാർ കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയങ്ങളിൽ ഇടപെട്ട് വചനങ്ങൾ അവരുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് കർത്താവെ കൊണ്ടുചെന്ന് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിക്കുവാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ ആദരങ്ങളെ തുറക്കണമേ. പരിശുദ്ധാത്മാവ് തന്നെ വാക്കുകളെ തന്ന് ആഴമായ അർത്ഥതലങ്ങളിലേക്ക് കൊണ്ടുപോയി ദൈവത്തിൻ്റെ വചനം അനേകരിലേക്ക് എത്തിക്കുവാൻ അടിയൻ മൂലം കർത്താവ് പ്രവർത്തിക്കണമേ. യേശു കർത്താവിന് വിലയേറിയ നാമത്തിൽ തന്നെ ആമീൻ. നമ്മളിന്ന് ചിന്തിക്കുന്നത് ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൽ 4-ാമത്തെ വാക്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഈ പ്രാവശ്യം നമുക്ക് തുടർച്ചയായിട്ട് 4-ൻ്റെ സെക്കൻഡ് പാർട്ട് തുടങ്ങി നമുക്ക് ധ്യാനിക്കാം. 4-ാമത്തെ വാക്യം: തിന്മ നിറഞ്ഞ ഈ യുഗത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കേണ്ടതിന് നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ അഭീഷ്ടമനുസരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ തന്നെ ബലി അർപ്പിച്ചു. യേശു കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ബലി അർപ്പിച്ചു. ആ ബലി അർപ്പിച്ചത് പിതാവായ ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ചാണ്. നാം ഏത് പ്രവൃത്തി ചെയ്താലും അത് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ആയിരിക്കണം. യേശു ക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചാണ് സ്വയം ബലിയർപ്പിക്കപ്പെട്ടത്. അതും ആ ജീവിതവും നമുക്ക് മാതൃകയാണ്. യേശു ക്രിസ്തു നമ്മളെ അടിമത്തത്തിൽ നിന്ന്, പാപത്തിൻ്റെ അടിമത്തിൽ നിന്ന് വീണ്ടെടുത്തു. അവൻ ചെയ്തത് പിതാവിൻ്റെ ഹിതപ്രകാരമാണ്. ആ ദൈവഹിതപ്രകാരം ചെയ്യുക എന്നുള്ള ആ മാതൃക കൂടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കണം. നമ്മൾ എന്ത് ചെയ്താലും അത് ദൈവഹിതപ്രകാരം ഉള്ളവ ആയിരിക്കണം. സങ്കീർത്തനം 40:8: എൻ്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം, അങ്ങയുടെ നിയമം എൻ്റെ ഹൃദയത്തിൽ ഉണ്ട്. നമ്മുടെ സന്തോഷം തന്നെ എന്താണ്? ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുക. അപ്പോഴാണ് നമ്മൾ സന്തോഷിക്കേണ്ടത്. അങ്ങയുടെ നിയമം എൻ്റെ ഹൃദയത്തിൽ ഉണ്ട്. കർത്താവിൻ്റെ ഹിതം അനുവർത്തിക്കുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പലപ്പോഴും നമുക്ക് ഒരു പ്രയാസം തോന്നും, എന്താണ് ദൈവഹിതമെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് കർത്താവേ, എന്താണ് ചെയ്യേണ്ടത് എന്ന് പ്രയാസപ്പെടും പലരും. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവിൻ്റെ ഹിതം എന്താണെന്ന് അറിയിക്കണേ, അത് പ്രവർത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സങ്കീർത്തനം 143:10 ദാവീദ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിരിക്കുന്നു: അങ്ങയുടെ ഹിതം നിറവേറ്റുവാൻ എന്നെ പഠിപ്പിക്കണമേ, എന്തെന്നാൽ അവിടുന്നാണ് എൻ്റെ ദൈവം. പ്രാർത്ഥിച്ചാൽ മതി. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹിതം പ്രവർത്തിക്കുന്നത് വളരെ അനുഗ്രഹപ്രദമാണ്. കർത്താവ് അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, യേശു കർത്താവ് അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവരാണ് എൻ്റെ സഹോദരനും എൻ്റെ സഹോദരിയും എൻ്റെ അമ്മയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 50-ാം വാക്യം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. യേശു കർത്താവ് പറയുകയാണ്: സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. അപ്പോൾ ഒരു പദവിയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അത് നമ്മൾ ഓർത്തോണം. ദൈവത്തിൻ്റെ ഹിതം മാത്രം പ്രവർത്തിച്ചാൽ കർത്താവ് നമ്മളെ സഹോദരനെന്നും സഹോദരിയെന്നും അമ്മയെന്നുമാണ് പരിഗണിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവഹിതം നിറവേറ്റിയാൽ അവനെ ആത്മീയമായ പരിജ്ഞാനത്തിലേക്കാണ് നയിക്കപ്പെടുന്നത്.
യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 17-ാം വാക്യത്തിൽ യേശു പറയുകയാണ്, അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ മനസ്സുള്ളവൻ എൻ്റെ പ്രബോധനം ദൈവത്തിൽ നിന്നുള്ളതോ അതോ ഞാൻ സ്വയം നൽകുന്നതോ എന്ന് മനസ്സിലാക്കും. അപ്പോൾ ആ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ ഹിതം പ്രവർത്തിക്കുവാൻ നമ്മൾ തയ്യാറാകുന്നത് കൊണ്ടാണ്. ദൈവഹിതം ചെയ്യുക എന്നുള്ളത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ പ്രമാണമായിട്ട് തന്നെ നമ്മൾ എടുക്കണം. യാക്കോബ് അപ്പോസ്തലൻ അദ്ദേഹത്തിൻ്റെ 4-ാം അധ്യായത്തിൽ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളോട് നിർദ്ദേശിക്കുകയാണ്, നാളെ ഒരു പട്ടണത്തിൽ പോയി 1 വർഷം അവിടെ താമസിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കും എന്ന് പറയരുത്. കാരണം നാളത്തെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്, കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. അല്ല, നമ്മൾ പോയി വ്യാപാരം ചെയ്ത് കച്ചവടം നടത്തി ലാഭം ഉണ്ടാക്കുമെന്നൊന്നും അങ്ങനൊന്നും പറയണ്ട. കാരണം നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് എന്ന് വരെയാണ്, അതിൻ്റെ അന്ത്യമെന്നാണ് നമ്മുടെ ആത്മാവിനെ തിരികെ വിളിക്കുന്നത്. ഇതൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ. എല്ലാം ദൈവഹിതം പോലെ എന്ന് മനസ്സിലാക്കി അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം. 1 യോഹന്നാൻ 2:17 വാക്യം, യോഹന്നാൻ അപ്പോസ്തലൻ ഇങ്ങനെ നമ്മളോട് ഉപദേശിക്കുന്നു, ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു, ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. പിന്നെ ആ വാക്യത്തിൽ ഈ യുഗത്തിൽ നിന്ന് നമ്മെ മോചിപ്പിച്ചു. ഈ യുഗം എന്ന് പറയുമ്പോൾ വരാനിരിക്കുന്ന ഒരു യുഗം, 2 യുഗങ്ങളുണ്ട് എന്നുള്ളൊരു അർത്ഥം അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അത് ശരി തന്നെ എന്ന് പറഞ്ഞാൽ, അന്ന് യഹൂദന്മാരുടെ ഇടയിലുള്ള ഒരു വിശ്വാസമാണ് ഈ യുഗം, വരാനിരിക്കുന്ന യുഗം രണ്ടും വ്യത്യസ്തമായ രീതിയിലുള്ളതായിരിക്കും എന്ന് യഹൂദർ അന്ന് വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസത്തെ ശരി എന്ന് എടുത്തുകൊണ്ട് തന്നെയാണ് പൗലോസ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് ഒരു തിന്മ നിറഞ്ഞ ലോകമാണ്. ഇനി ഒരു വരാനിരിക്കുന്ന ഒരു യുഗമുണ്ട്. അന്ന് വളരെ വ്യത്യസ്തമായി ഒരു നല്ല ഒരു യുഗമാണ്. അതിനെയാണല്ലോ യേശു പ്രാർത്ഥിച്ചത്, സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിൽ, നിൻ്റെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അങ്ങനെയുള്ള ഒരു യുഗത്തെക്കുറിച്ച് 2 തരം യുഗങ്ങൾ ഉണ്ട് എന്ന യഹൂദന്മാരുടെ ചിന്ത, അത് പൗലോസ് അംഗീകരിച്ച് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ വ്യത്യാസത്തെ പൗലോസ് പരിഗണിക്കുന്നുണ്ട്. പൗലോസ് 2 കൊരിന്ത്യർ 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇതിൻ്റെ സൂചന കൊടുത്തിരിക്കുന്നു. ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ സുവിശേഷം, അതിൻ്റെ മഹത്വം അവർക്ക് മനസ്സിലാകുന്നില്ല. അവരുടെ ഹൃദയങ്ങളിൽ അത് പ്രകാശം കൊടുക്കുന്നില്ല. യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പ്രതിരൂപമാണ്, അവൻ്റെ സുവിശേഷമാണിത് എന്ന് അവരോട് പറഞ്ഞിട്ട്, അവരോട് പ്രഖ്യാപിച്ചിട്ട്, അവരുടെ ഹൃദയത്തിലേക്ക് അത് പ്രകാശമാകാതിരിക്കാൻ കാരണം ഈ ലോകത്തിൻ്റെ അധിപൻ അവരുടെ ഹൃദയങ്ങളെ അന്ധമാക്കിയിരിക്കുന്നതാണ്. പലർക്കും ഇപ്പോഴും അങ്ങനെയാണല്ലോ. നമ്മൾ പ്രസംഗിക്കുന്നു, കുറേ പേരൊക്കെ കേൾക്കുന്നവർ തന്നെ മനസ്സിലാക്കുന്നുവോ? പലരുടെ ഹൃദയത്തിൽ അത് പ്രകാശിതമാകാതിരിക്കാൻ കാരണം അവരുടെ ഹൃദയത്തെ ഈ ലോകത്തിൻ്റെ അധിപൻ അന്ധമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർക്കത് കാണാൻ വയ്യാത്തത്. എഫേസ്യസ് ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങളിൽ പൗലോസ് എഴുതിയിരിക്കുന്നു,
അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു. അന്ന് ഈ ലോകത്തിൻ്റെ ഗതി പിന്തുടർന്നും അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീശനെ അനുസരിച്ചുമാണ് നിങ്ങൾ നടന്നിരുന്നത്. അന്ന് നിങ്ങൾ ഈ അന്തരീക്ഷ ശക്തികളുടെ അധിപനെ അനുസരിച്ച് അങ്ങ് നടക്കുകയായിരുന്നു. എഫെസോസിൻ്റെ 6-ാം അധ്യായം 12 പൗലോസ് ഈ കാര്യങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രസ്തുത പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു തിന്മയുടെ ശക്തി ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. നമ്മൾ പടവെട്ടുന്നത് ആ തിന്മയുടെ ശക്തിയോടാണ് എന്ന് നമ്മൾ അറിഞ്ഞു തന്നെ നമ്മൾ പ്രവർത്തിക്കണം. ഈ യുഗവും വരാനിരിക്കുന്ന യുഗവും ആ രണ്ടും കൂടെ സന്ധിക്കുന്ന ഒരു നിമിഷമുണ്ട്, അല്ലെങ്കിൽ സന്ധിച്ച ഒരു നിമിഷമുണ്ട്. അതാണ് യേശു ക്രിസ്തു കാൽവരിയിലെ കുരിശിൽ മരിച്ച് അവിടെ കിടന്ന ആ നിമിഷം. രണ്ട് യുഗങ്ങളുടെയും സന്ധിക്കുന്ന ഒരു സമയമായിരുന്നു അത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെ ഈ യുഗം എന്ന് പറഞ്ഞാൽ അന്ന് ഉണ്ടായിരുന്ന ആ യുഗം പിശാചിൻ്റെ അടിമത്തത്തിന് ബാധകമായിരുന്നതും ക്രിസ്തു മുതൽ നമ്മളൊരു പുതിയ യുഗത്തിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇവിടെ ദൈവത്തിൻ്റെ സഭ എന്നുകൂടി പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നതിന് ഒരു പ്രത്യേക അർത്ഥമുണ്ട്. ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ ഒരു പ്രയോഗമുണ്ട്. അതുകൂടെ കണക്കിലാക്കിയാണ് പൗലോസോട് എഴുതുന്നത്. നമ്മുടെ സഭയെക്കുറിച്ച് സാധാരണ ക്രിസ്തുവിൻ്റെ സഭ, ക്രിസ്ത്യാനികൾ എന്നൊക്കെ നമ്മൾ തിരിച്ചു പറയും. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ സഭ എന്ന് സംഖ്യാപുസ്തകം 16:20 20:4 എഴുതിയിട്ടുണ്ട്. അതുതന്നെയാണ് ഇവിടെയും പൗലോസ് ആ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മരുഭൂമിയിൽ ദൈവ ആരാധനയ്ക്കായി കൂടിയ ആ ഇസ്രായേൽ സമൂഹത്തെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ സഭ എന്ന് സംഖ്യാപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. പൗലോസ് വളരെ ബഹുമാന പുരസ്സരം ആ വാക്ക് തന്നെ ഇവിടെ ഉപയോഗിക്കുന്നത് ജെറുസലേമിലും യൂദായിലുമുള്ള യഹൂദ ക്രിസ്ത്യാനികളുടെ സഭയെ ഉദ്ദേശിച്ചാണ്. പൗലോസ് വളരെയധികം വിജാതരുടെ ഇടയിൽ സഭകൾ സ്ഥാപിച്ചു. എന്നാൽ ജെറുസലേമിലും യൂദയായിലും സ്ഥാപിക്കപ്പെട്ട സഭകളെ ആണ് പൗലോസ് ദൈവസഭ എന്നുള്ള ആ വാക്കുകൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പഴയ നിയമത്തിലെ ആരാധനാ സമൂഹത്തിൻ്റെ ഒരു ക്രിസ്തീയ പകർപ്പായിട്ടാണ് ഇവിടെ യഹൂദ ക്രിസ്തീയ സഭകളെ കാണുന്നത്. അതുകൊണ്ട് ആണ് പൗലോസ് ദൈവസഭ എന്നുള്ള ആ നാമധേയത്തിൽ അവരെ പ്രത്യേകം സൂചിപ്പിക്കുന്നത്. എന്നാൽ 1 തെസ്സലോനിക്ക 2:14, 2 തെസ്സലോനിക്ക 1:4, 1 കോറിന്ത്യർ 11:6, 15:9 എന്നിവിടങ്ങളിൽ പൗലോസ് ദൈവത്തിൻ്റെ സഭ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, ക്രിസ്ത്യാനികളെ ഉദ്ദേശിച്ച് തന്നെ. 1 തെസ്സലോനിക്ക 2:14 വാക്യം, സഹോദരരെ, നിങ്ങൾ യൂദയായിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ദൈവത്തിൻ്റെ സഭകളെ അനുകരിക്കുന്നവർ ആയി തീർന്നു. ജെറുസലേമിലൊക്കെയുള്ള ആ ദൈവസഭയുടെ അവരെ അനുകരിക്കുന്നവരായി നിങ്ങൾക്ക് തീർന്നു. അവർക്ക് പീഡനങ്ങളും മറ്റും ഉണ്ടായതിനെക്കുറിച്ചാണ് പൗലോസ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്.
ആ വാക്യത്തിൽ തന്നെ വാക്യം 5 നമുക്കിങ്ങനെ വായിക്കാം: ദൈവത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ, ആമീൻ. ദൈവത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ, ആമീൻ. ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ്. സങ്കീർത്തനം 22:23 കർത്താവിൻ്റെ ഭക്തരെ അവിടുത്തെ സ്തുതിക്കുവിൻ, യാക്കോബിൻ്റെ സന്തതികളെ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ, ഇസ്രായേൽ മക്കളെ അവിടുത്തെ സന്നിധിയിൽ ഭയത്തോടെ നിൽക്കുവിൻ. യോഹന്നാൻ സുവിശേഷം 15:8 യേശു കർത്താവ് നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. നമ്മൾ ധാരാളം ഫലം പുറപ്പെടുവിക്കണം, അപ്പോൾ പിതാവായ ദൈവം മഹത്വപ്പെടും. ദൈവത്തെ മഹത്വപ്പെടുത്തണമല്ലോ, നമുക്കതിന് കടമയുണ്ട്. അപ്പോൾ നമ്മൾ അതിന് ചെയ്യേണ്ട ഒരു കാര്യമാണ് പറഞ്ഞത്, ധാരാളം ഫലം പുറപ്പെടുവിക്കണം. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ മഹത്വമായിരിക്കും. വെളിപാട് പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ സ്വർഗത്തിൻ്റെ ഒരു ദർശനം യോഹന്നാൻ അപ്പോസ്തലൻ കാണുകയാണ്. 24 ശ്രേഷ്ഠന്മാർ അവിടെ ഇരിക്കുന്നു. അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ആ വാക്യം ഞാൻ വായിക്കുകയാണ്. 4-ാം അധ്യായം 10 മുതൽ 11 വരെ. 24 ശ്രേഷ്ഠന്മാർ സിംഹാസനത്തിൻ്റെ മുമ്പിൽ വീണ് നിത്യം ജീവിക്കുന്നവനെ സാഷ്ടാംഗം പ്രണമിക്കുകയും തങ്ങളുടെ കിരീടങ്ങൾ സിംഹാസനത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയും ചെയ്തിരുന്നു: ഞങ്ങളുടെ ദൈവവും കർത്താവുമായ അവിടുന്ന് മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കുവാൻ അർഹനാണ്. അങ്ങ് സർവവും സൃഷ്ടിച്ചു, അങ്ങയുടെ ഹിതമനുസരിച്ച് അവയ്ക്ക് അസ്തിത്വം ലഭിക്കുകയും അവ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. 1 പത്രോസ് 4:11 പത്രോസ് നമ്മളോട് പറയുന്നു: പ്രസംഗിക്കുന്നവൻ ദൈവത്തിൻ്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ, ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ട് എന്ന പോലെ ശുശ്രൂഷിക്കട്ടെ. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദൈവം യേശുക്രിസ്തുവിലൂടെ മഹത്വപ്പെടട്ടെ. മഹത്വവും ആധിപത്യവും എന്നും എന്നേക്കും അവനുള്ളതാണ്. ആമേൻ. യേശുക്രിസ്തു ഇങ്ങനെ നമ്മളോട് പറഞ്ഞിരിക്കുന്നു. യോഹന്നാൻ്റെ 14-ാം അധ്യായം 13-ാം വാക്യം: നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. അത് നമ്മൾ പ്രത്യേകം ഓർത്തോണം. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇനി 6-ാം വാക്യത്തിലേക്ക് നമ്മൾ കയറുകയാണ്. 6-ാം വാക്യം ഞാൻ വായിക്കുന്നു: ക്രിസ്തുവിൻ്റെ കൃപയിൽ നിങ്ങളെ വിളിച്ചവനെ നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഉപേക്ഷിച്ച് കളയുകയും വ്യത്യസ്തമായ ഒരു സുവിശേഷത്തിലേക്ക് തിരികെയും ചെയ്യുന്നതിൽ എനിക്ക് ആശ്ചര്യം തോന്നുന്നു. അപ്പോൾ ക്രിസ്തുവിനെ നമ്മൾ വിളിച്ചിരിക്കുകയാണ്. നമ്മൾ വിളിച്ചു എന്നുള്ളതല്ല, ക്രിസ്തു നമ്മളെ വിളിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് നമുക്ക് ഈ വിശ്വാസത്തിലേക്ക് വരുവാൻ ഇടയായത്. ആ വിളിയില്ലാതെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുവാൻ സാധിക്കുകയില്ല. ആ വിളി നമുക്ക് ലഭിച്ചതിൽ നാം സന്തോഷിക്കുകയും ദൈവത്തിന് കൃതജ്ഞത പറയുകയും ചെയ്യണം. ഇവിടുത്തെ വാചകത്തിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സാധാരണയായിട്ട് പൗലോസ് ലേഖനങ്ങൾ എഴുതുമ്പോൾ ആദ്യ ഭാഗത്ത് ആൾക്കാരെ, ആ സഭയിലെ അംഗങ്ങളെ അഭിനന്ദിച്ചുകൊണ്ടും അവർക്ക് നന്മ വരട്ടെ ഒരു ആശംസയൊക്കെ പറഞ്ഞുകൊണ്ടുമൊക്കെയാണ് എഴുതുന്നത്. പക്ഷേ ഈ ഗലാത്യ ലേഖനത്തിൽ തുടങ്ങുമ്പോൾ അങ്ങനെയുള്ള ഒരു ആശംസ കൊടുക്കാതെ അവരുടെ ഒരു തെറ്റിനെ അത് ചൂണ്ടിക്കാണിച്ചു കൊണ്ട് എനിക്ക് അതിൽ അതിശയം തോന്നുന്നല്ലോ
എന്നുള്ള ഒരു രീതിയിലാണ് പൗലോസ് എഴുതുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ കാരണം പൗലോസിൻ്റെ പഠിപ്പിക്കലിന് വ്യത്യസ്തമായി വേറെ ചിലരൊക്കെ വന്ന് അവിടെ പഠിപ്പിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. പഠിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, സഭാംഗങ്ങളായി വിശ്വാസികളായിരുന്നവർ പൗലോസ് പഠിപ്പിച്ച സത്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് മറ്റവ ആൾക്കാരെ പഠിപ്പിച്ചതിലോട്ട് തിരിഞ്ഞു പോകുന്നു. അതിലാണ് ആശ്ചര്യം തോന്നുന്നത്. അപ്പോൾ പൗലോസ് പറയുകയാണ്, ഞാൻ പഠിപ്പിച്ചത് തന്നെയാണ് ശരി, മറ്റതെല്ലാം വ്യാജമാണ്. അങ്ങനെ തറപ്പിച്ച് ഇവിടെ പൗലോസ് പറയുകയാണ്, തൻ്റേത് മാത്രമാണ് സത്യമായ സുവിശേഷം, മറ്റതെല്ലാം കള്ളമാണ്, വ്യാജമാണ്, എൻ്റേത് മാത്രം ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് പൗലോസ് എടുത്തു പറയുന്നു. ഇവിടെ നിങ്ങൾ വ്യത്യസ്തമായ ഒരു സുവിശേഷം എന്ന് പറയുന്നുണ്ടല്ലോ, അത് മറ്റാൾക്കാർ പഠിപ്പിച്ച ഒരു സുവിശേഷത്വമാണ്. അതെന്താണ് ആ വ്യത്യസ്തത? അവർ ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ പ്രസക്തി അല്ല എടുത്തു പറയുന്നത്. അവർ പറയുന്നത് രക്ഷയ്ക്ക് ക്രിസ്തു മരിച്ചു, അത് ശരി, മോശയുടെ ചില നിയമങ്ങളും ചട്ടങ്ങളും ആചാരങ്ങളും ഒക്കെ പാലിച്ചെങ്കിൽ മാത്രമേ രക്ഷ ലഭിക്കുകയുള്ളൂ എന്നാണ്. അപ്പം ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ രക്ഷ ലഭിക്കും, സാധ്യമാണ് എന്ന് പഠിപ്പിക്കുന്ന പൗലോസ് പഠിപ്പിക്കുന്ന ആ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിനെതിരായിട്ട് അതുപോരാ, ഈ മോശയുടെ പറഞ്ഞിട്ടുള്ള ആചാരങ്ങളെല്ലാം പാലിക്കണം. ഉദാഹരണമാണ് ഈ പരിച്ഛേദന കർമ്മം. അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു വ്യാജ അപ്പസ്തോലന്മാർ, വ്യാജ സഹോദരന്മാർ അവിടെ കടന്നുകൂടി അവർ പറയുന്നതൊക്കെ ശരിയാണെന്ന് വിശ്വസിച്ച് പൗലോസ് പഠിപ്പിച്ചതിനെ തെറ്റാണെന്നും ധരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഗലാത്യയിലെ വിശ്വാസികൾ മാറിപ്പോയിരിക്കുന്നു. അതിലാണ് പൗലോസിന് ആശ്ചര്യം തോന്നുന്നത്. പൗലോസ് പറയുന്നു, അത് വെറും ഒരു അനുകരണമാണ്. സത്യവിശ്വാസത്തിൽ നിന്നും അതിലൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു അനുകരണ രൂപത്തിൽ എഴുതി ചേർത്ത് പഠിപ്പിക്കുന്നതാണ് അതൊക്കെ എന്ന് പൗലോസ് പറയുന്നു. അവരുടെ ഉദ്ദേശം, ലക്ഷ്യമെന്ന് പറയുന്നത് രക്ഷയല്ല. അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് പ്രസംഗിച്ച് പണമുണ്ടാക്കുക. പ്രസംഗിച്ച് പണമുണ്ടാക്കുന്ന ഒരു തൊഴിൽ അന്നുണ്ട്, ഇന്നുമുണ്ട്, അന്നുമുണ്ട്. പ്രസംഗിക്കുക, പണം കൈപ്പറ്റുക, അതിനു വേണ്ടിയാണ് അവരിതെല്ലാം ചെയ്യുന്നത് എന്ന് പൗലോസ് ഓർമ്മപ്പെടുത്തുന്നു. ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിച്ച് പ്രാപിക്കുന്നതാണ് ശരിയായ സുവിശേഷം. മോശയുടെ സുവിശേഷം, മോശ പറയുന്ന ആചാരങ്ങൾ അനുസരിച്ച് ജീവിക്കണമെന്ന് പറയുന്ന ആ സുവിശേഷം ഇതുമായി യാതൊരു ബന്ധവുമില്ല, അത് വേറൊരു സുവിശേഷമാണ് എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ കൃപയിൽ നിങ്ങളെ വിളിച്ചവനെ നിങ്ങൾ ഉപേക്ഷിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ആ വിളി നിങ്ങൾ ഉപേക്ഷിച്ച് പോവുകയാണ്. ഇതിന് നമുക്ക് വേറൊരു വാക്ക് പറയാവുന്നത് പിന്മാറ്റമെന്നാണ്. ഒരു പിന്മാറ്റമാണ് നമ്മളവിടെ കാണുന്നത്. ആരൊക്കെയാണ് ഈ പിന്മാറ്റക്കാരുടെ ഗണത്തിൽ ഉൾപ്പെടുന്നത് എന്ന് ബൈബിളിൽ പല ഭാഗങ്ങളിലായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്മാറ്റക്കാർ ആദ്യം അങ്ങ് വരും, വിശ്വാസികളാണെന്ന് പറഞ്ഞ് പ്രവർത്തനങ്ങളിലൊക്കെ മുന്നിൽ നിൽക്കും. പക്ഷേ കുറേ കഴിയുമ്പോൾ അവരങ്ങ് പിന്മാറിക്കളയുന്നവരാരൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, കൽപ്പനകളിൽ നിന്ന് വ്യതിചലിക്കുന്നവർ, അവർ പിന്മാറ്റക്കാരാണ്. മലാക്കിയുടെ പുസ്തകത്തിൽ 3:7 നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ എൻ്റെ കൽപ്പനകളിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചു, അവ അനുഷ്ഠിച്ചില്ല. യഹോവയായ ദൈവം പറയുകയാണ്, നിങ്ങളെന്ത് ചെയ്യുകയാ? നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ എൻ്റെ കൽപ്പനകളിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചു, അവ നിങ്ങൾ അനുഷ്ഠിച്ചില്ല. പിന്മാറ്റക്കാരിൽ ഒരു കൂട്ടർ. രണ്ടാമത്തെ കൂട്ടർ വഴിപിഴച്ചവർ എന്ന് നമുക്ക് പറയാം. അത് സുഭാഷിതങ്ങൾ 14:14 എഴുതിയിരിക്കുന്നു. വഴിപിഴച്ചവൻ തൻ്റെ പ്രവൃത്തികളുടെ
ഫലം അനുഭവിക്കും. ഉത്തമനായ മനുഷ്യൻ തൻ്റെ പ്രവൃത്തികളുടെയും. നമ്മൾ ഏത് പ്രവൃത്തി ചെയ്താലും അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കും. വഴിപിഴച്ചവൻ അവൻ്റെ പ്രവൃത്തികളുടെ ഫലം അനുഭവിക്കും. ഉത്തമനായ മനുഷ്യൻ അവൻ്റെ പ്രവൃത്തികളുടെ ഫലവും അവൻ അനുഭവിക്കും. സ്നേഹം തണുത്തു പോകുന്ന ചില ആൾക്കാരുണ്ട്, അതും ഒരു പിന്മാറ്റമാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 12-ാം വാക്യം ഇങ്ങനെ പറയുന്നു. ആ വാക്യം ഞാനൊന്ന് വായിക്കാം. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും. നാലാമത്തെ പിന്മാറ്റക്കാരെന്ന് പറയുന്നത് അവർ യഥാർത്ഥത്തിൽ ദൈവരാജ്യത്തിന് അയോഗ്യരായ ആൾക്കാരാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 62-ാം വാക്യത്തിൽ യേശു കർത്താവ് പറയുകയാണ്, കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞ് നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. കലപ്പയിൽ കൈവച്ചു, ജോലി ചെയ്യാനായിട്ട് ഇറങ്ങി, അപ്പോഴാണ് തിരിഞ്ഞു നോക്കുന്നത്. വേണ്ടാന്ന് വെച്ചാൽ അവൻ അങ്ങ് പോകും. അവൻ യോഗ്യനല്ല, അയോഗ്യനാണ്. 5-ാമത്തെ കാര്യം ആചാരങ്ങൾക്ക് അടിമയാകുന്നവരെ കുറിച്ചാണ്. ഗലാത്യ ലേഖനം 4:9. വിശ്വാസവും ഹൃദയത്തിലെ മാറ്റവും നവീകരിക്കപ്പെട്ട ജീവിതവും കർത്താവ് മാത്രമേ രക്ഷകനെന്നുള്ള ആ സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യാതെ ഒത്തിരി ആചാരങ്ങളൊക്കെ ചെയ്തങ്ങ് സ്വർഗത്തിലോട്ട് പോകാനൊക്കെ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ യഥാർത്ഥത്തിൽ അവരൊരു പിന്മാറ്റക്കാരാണ്. ഗലാത്യ 4:9 പറയുന്നു, ബലഹീനങ്ങളും വ്യർത്ഥങ്ങളുമായ ആ പ്രപഞ്ച ശക്തികളുടെ അടുത്തേക്ക് വീണ്ടും തിരിച്ചു പോകാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും? എന്ത് ഒരിക്കൽ കൂടി അവയുടെ സേവകരാകാൻ നിങ്ങൾ ഇച്ഛിക്കുന്നുവോ? നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും വർഷങ്ങളും ആചരിക്കുന്നു പോലും. പണ്ട് നിങ്ങൾ ഈ പ്രകൃതി ശക്തികളുടെ അടുത്തേക്കൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്, സത്യദൈവത്തെ അറിയാതെ. വീണ്ടും നിങ്ങൾ അങ്ങനെ അങ്ങ് തിരിഞ്ഞു പോകാനാണോ ആഗ്രഹിക്കുന്നത്? ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ, ഇങ്ങനെ ഋതുക്കൾ, അത് ഏതോ എന്തൊക്കെ പ്രത്യേകതകളുണ്ട്, അന്നതൊക്കെ ചെയ്താൽ ഏതാണ്ടൊക്കെ കിട്ടുമെന്നുള്ള ഒരു ധാരണ അവരിൽ വന്നിട്ടുണ്ട്. ആ ആചാരങ്ങളൊക്കെ അനുസരിച്ചാൽ മതിയെന്നുള്ള ആ ചിന്തയോടുകൂടി ജീവിക്കുന്നവരെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. തെറ്റിപ്പോയി, നിങ്ങൾ പിന്മാറ്റക്കാരാണ്. ഹെബ്രായ ലേഖനം 10-ാം അധ്യായം 38-ാം വാക്യത്തിൽ ദൈവത്തിന് അതൃപ്തി വരുത്തുന്നവനും ഒരു പിന്മാറ്റക്കാരനാണ്. വാക്യം, എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും, അവൻ പിന്മാറുന്നെങ്കിൽ എൻ്റെ ആത്മാവ് അവനിൽ പ്രസാദിക്കുകയില്ല. പിന്മാറുന്ന ആൾക്കാരിൽ ദൈവം പ്രസാദിക്കുന്നില്ല. ചിലർക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം അങ്ങ് കൈവിടിയും. അവരൊരു പിന്മാറ്റക്കാർ തന്നെയാണ്. വെളിപാടിൻ്റെ 2:4 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിനക്കെതിരെ എനിക്ക് ഒന്ന് പറയാനുണ്ട്, നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു. നമ്മുടെ സ്നേഹത്തെ നമ്മൾ ആത്മശോധന ചെയ്ത് നോക്കണം. കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹം ആദ്യത്തേതിനെക്കാട്ടി വർദ്ധിക്കണം. ഇനി വർദ്ധിച്ചില്ലെങ്കിലും കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. കുറഞ്ഞു പോകുന്നു എന്നതിൻ്റെ അർത്ഥം നമ്മൾ പിന്മാറ്റത്തിലായിരിക്കുന്നു എന്നാണ്. ഇനി പിന്മാറ്റക്കാരെന്ന് പറയുന്നത് വിശ്വാസം നശിപ്പിച്ച് കളയുന്നവരുണ്ട്. വിശ്വസിച്ച് പക്ഷേ നശിപ്പിച്ച് കളയുകയാണ്. 1 തിമോത്തിയോസ് 1:19 ചില ആളുകൾ മനസാക്ഷിയെ തിരസ്കരിച്ചുകൊണ്ട് വിശ്വാസം തീർത്തും നശിപ്പിച്ച് കളയുന്നു. ഉണ്ട് വിശ്വാസം, പക്ഷേ അതങ്ങ് ഇല്ലാതാക്കുകയാണ് അവരും പിന്മാറ്റക്കാർ തന്നെ. മറ്റൊരു കൂട്ടർ 9-ാമത്തെ ഗണത്തിൽ വരുന്നു, സത്യത്തിനു നേരെ ചെവി അടച്ച് കെട്ടുകഥകളിലേക്ക് തിരിയുന്നവർ. സത്യം കേട്ടു, പക്ഷേ അതൊന്നും മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുകയല്ല. കെട്ടുകഥകളൊക്കെ ഇങ്ങനെ അതങ്ങ് പ്രചരിക്കും. അതെല്ലാം ശരിയാണെന്ന് പറഞ്ഞ് അതിൻ്റെ പുറകെ പോകുന്നവർ ഇന്നും ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. അങ്ങനെയുള്ളവർ പിന്മാറ്റക്കാരാണ്. 2 തിമോത്തിയോസ് 4-ാം അധ്യായം 3-4 വാക്യം, ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു, കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ
അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചുകൂട്ടും. ചിലർക്ക് ചില കാര്യങ്ങൾ കേൾക്കാൻ വലിയ താല്പര്യമാണ്. അതൊക്കെ പറയുന്ന ചില പ്രബോധകരുണ്ട്. അപ്പോൾ ഒരു വലിയ മീറ്റിങ്ങൊക്കെ കൂടി അവരെ വിളിച്ച് അവർ പറയുന്നത് കേട്ട് രസിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കും. അവർക്ക് അതേ താല്പര്യമുള്ളൂ. അവർക്ക് സത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് ജീവിക്കണമെന്നൊന്നും വലിയ താല്പര്യമില്ല. അവരിങ്ങനെ കെട്ടുകഥകളൊക്കെ കേട്ട് അതിലോട്ട് തിരിഞ്ഞ് അങ്ങനെ ജീവിക്കുന്ന ആൾക്കാർ സഭയിൽ അംഗങ്ങളായിരിക്കുന്ന പലരും ഇപ്പോഴും അങ്ങനെയൊക്കെയും ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അവരെ പിന്മാറ്റക്കാരുടെ ഗണത്തിൽ നമുക്ക് ഉൾപ്പെടുത്തുവാനായിട്ടൊക്കത്തുള്ളൂ. 10ാമത് പറഞ്ഞിരിക്കുന്നത് ദുഷ്ടരുടെ തെറ്റിനെ അനുകരിക്കുന്നവരുണ്ട്. 2 പത്രോസ് 3-ാം അധ്യായം 17-18 വാക്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, ദുഷ്ടരുടെ തെറ്റിനെ അനുകരിച്ച് നിങ്ങൾ സ്ഥൈര്യം നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുവീൻ. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ കൃപയിലും അവനെക്കുറിച്ചുള്ള അറിവിലും നിങ്ങൾ വളരുവീൻ. ദുഷ്ടരുടെ തെറ്റിനെ അനുകരിച്ച് നമ്മൾ മുന്നോട്ട് പോകരുത്. അതൊക്കെ കളഞ്ഞിട്ട് കർത്താവിൻ്റെ കൃപയിലും അവൻ്റെ കുറിച്ചുള്ള അറിവിലും നിങ്ങൾ വർദ്ധിച്ച് വരണം എന്ന് ചുരുക്കം. അതാണ് പ്രധാനപ്പെട്ട സംഗതി. വ്യത്യസ്തമായ ഒരു സുവിശേഷത്തിലേക്ക് നിങ്ങൾ തിരിയുന്നു എന്ന് പറയുന്നത് ഗലാത്യർ അവർ സ്വീകരിച്ച ആ വിശ്വാസത്തെ നിലനിൽക്കാൻ പ്രാപ്തരായിരുന്നില്ല, അവർ വീണുപോയി എന്ന് അർത്ഥം. ഹെബ്രായ ലേഖനം 13:9 പൗലോസ് പറയുന്നു, വിവിധങ്ങളും വിചിത്രങ്ങളുമായ പ്രബോധനങ്ങൾ നിങ്ങളെ വഴിതെറ്റിക്കരുത്. ഭക്ഷണത്താലല്ല, കൃപാവരത്താൽ ഹൃദയത്തെ ശക്തമാക്കുന്നതാണ് ഉത്തമം. ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുന്നവർക്ക് ഒരു പ്രയോജനവും ഇല്ല. യാക്കോബ് അപ്പസ്തോലൻ 1-ാം അധ്യായം 7-8 വാക്യങ്ങളിലായിട്ട് പറയുന്നു, സംശയമനസ്കനും എല്ലാ കാര്യങ്ങളിലും ചഞ്ചല പ്രകൃതിയുമായ ഒരുവന് എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കും എന്ന് കരുതരുത്. ചഞ്ചലനാണ്, സംശയമനസ്കനാണ്, കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. കർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് നമ്മുടെ വിശ്വാസത്തോടുകൂടി ആയിരിക്കുന്നതാണ്, ഉറച്ച വിശ്വാസം. അപ്പോൾ നമുക്ക് കിട്ടും, ഒരു സംശയമില്ല. പാറമേൽ വീണ വിത്ത് പെട്ടെന്ന് മുളച്ചു പൊങ്ങിയെങ്കിലും സൂര്യൻ ഉദിച്ചപ്പോൾ വെയിലേറ്റ് വാടുകയും കരിഞ്ഞു പോവുകയും ചെയ്തുവല്ലോ. നല്ല നിലത്ത് വീണ വിത്തുകളാണ് 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലങ്ങൾ നൽകിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ തെറ്റിലേക്ക് വീണ് പോകുന്ന ആൾക്കാരെ ഉണ്ട് എന്നുള്ളതിന് പൗലോസിൻ്റെ അവിടെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ ഗലാത്യ ലേഖനങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഗലാത്യരുടെ ഇടയിലും അങ്ങനെ പറ്റി. അവിടെ മാത്രമല്ല, അന്ത്യോഖ്യയിലൊക്കെ ഇത് സംഭവിച്ചിട്ടുണ്ട്. ഇതിന് ദൃഷ്ടാന്തം അന്ത്യോഖ്യയിലും നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പസ്തോല പ്രവൃത്തികൾ 15-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യൂദയയിൽ നിന്ന് ചിലർ അവിടെ വന്ന് അന്ത്യോഖ്യയിൽ വന്ന് മോശയുടെ നിയമം അനുസരിച്ച് പരിച്ഛേദനം ചെയ്യപ്പെടാത്ത പക്ഷം രക്ഷ പ്രാപിക്കുവാൻ സാധ്യമല്ല എന്ന് സഹോദരന്മാരെ പഠിപ്പിച്ചു. അതാണ് അന്ത്യോഖ്യയിൽ പൗലോസ് അങ്ങനെ പഠിപ്പിച്ചൊക്കെ വരുമ്പോൾ യഹൂദ ക്രിസ്ത്യാനികൾ വന്ന് പഠിപ്പിക്കുക, മോശയുടെ നിയമം അനുസരിച്ച് പരിച്ഛേദന കർമ്മം നടത്തണം, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ സാധ്യമല്ലെന്ന്. വിശ്വാസത്തിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവരെ തെറ്റിക്കാൻ വേണ്ടിയാണ് ഈ ആൾക്കാർ ഇങ്ങനെയൊക്കെയും പറഞ്ഞുകൊണ്ട് നടന്നത്. ഞാൻ 7-ാം വാക്യം വായിക്കുകയാണ്. വാസ്തവത്തിൽ മറ്റൊരു സുവിശേഷമില്ല, എന്നാൽ നിങ്ങളെ ഉപദ്രവിക്കാനും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ ദുഷിപ്പിക്കുന്നതിനും ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അതാണിപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ. മറ്റൊരു സുവിശേഷം ഇല്ല. സുവിശേഷം എന്നത് രക്ഷയ്ക്കായി ക്രിസ്തുവിൽ നിന്ന് പ്രസരിക്കുന്ന ദൈവശക്തിയാണ്. റോമാലേഖനം 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ പൗലോസ് ആ വാക്യം തന്നെ ഉപയോഗിക്കുന്നു. ആ സുവിശേഷം ദൈവശക്തിയാണ്, നമ്മളെ രക്ഷയിലേക്ക് നയിക്കുന്ന
ദൈവശക്തിയാണ് സുവിശേഷം. അത് പ്രസരിക്കുന്നത് ക്രിസ്തുവിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ അത് വിഭജിക്കുവാൻ സാധ്യമല്ല. കർത്താവിൽ നിന്ന് വരുന്ന ഒരു സംഗതി അതിനെ നമുക്ക് ഇങ്ങനെയും ആകട്ടെ അങ്ങനെയും ആകട്ടെ എന്നൊക്കെ വിഭജിച്ച് പറയുവാൻ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല, പാടില്ല, സാധ്യമല്ല. 1 കൊരിന്ത്യർ 1:11 പൗലോസ് ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുവിശേഷം ഒന്ന് മാത്രമേ ആയിരിക്കുവാൻ കഴിയൂ. ഒന്നിൽ കൂടുതൽ പലതരത്തിൽ അങ്ങനെയുമാകാം ഇങ്ങനെയുമാകാം എന്ന് പഠിപ്പിക്കുന്ന സുവിശേഷം ശരിയല്ല. ഒന്ന് മാത്രമേ ഉള്ളൂ. അത് ക്രിസ്തുവിൽ നിന്ന് വരുന്നതായതുകൊണ്ട് വിഭജിക്കാൻ സാധ്യമല്ല. അത് രക്ഷയ്ക്ക് ക്രിസ്തുവിൽ നിന്ന് വരുന്ന സുവിശേഷമാണ് ആവശ്യമുള്ളത്. 8-9 വാക്യത്തിൽ പൗലോസ് പറയുന്നു, ഞങ്ങൾ പഠിപ്പിച്ചതല്ലാതെ വേറൊന്ന് പഠിപ്പിക്കുന്നവർ അവൻ ശപിക്കപ്പെട്ടവൻ ആകട്ടെ. ശപിക്കപ്പെട്ടവനാകട്ടെ. 8 വാക്യത്തിലാണ്. മോശയുടെ നിയമങ്ങൾ മാലാഖമാർ വഴിയാണ് നൽകപ്പെട്ടത് എന്ന് യഹൂദന്മാർ വിശ്വസിക്കുന്നു. ഒരു മാലാഖ വന്ന് അറിയിച്ചാലും അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഈ മാലാഖയുടെ കാര്യം അവിടെ പറയാൻ കാരണം, യഹൂദന്മാരുടെ ഇടയിലൊരു വിശ്വാസമുണ്ട്, മാലാഖ വഴിയാണ് ഈ കൽപ്പനകളൊക്കെ ഇങ്ങോട്ട് കൊടുത്തയച്ചിരിക്കുന്നത് എന്ന്. അതുകൊണ്ട് തന്നെയാണ് പൗലോസ് ആ ഒരു കാര്യം എടുത്തു പറയുന്നത്. ഞങ്ങളങ്ങ് പ്രസംഗിച്ചു, സുവിശേഷം നിങ്ങളെ അറിയിച്ചു, യഥാർത്ഥ ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ്. പക്ഷേ വേറൊരാൾ, അതൊരു മാലാഖ തന്നെ വന്ന് പറഞ്ഞാലും അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ, അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ഇനി ഗലാത്യ ലേഖനം 3:19 ഈ മാലാഖമാർ വഴി വരുന്നതാണെന്നുള്ള ആ ഒരു സൂചന യഹൂദന്മാർക്കുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഗലാത്യ 3:19 വാക്യം ഇതാണ്: വാഗ്ദാനം സിദ്ധിച്ചവന് സന്തതി ലഭിക്കുന്നത് വരെ പാപങ്ങൾ നിമിത്തം നിയമം നൽകപ്പെട്ടു. ദൈവദൂതന്മാർ വഴി ഒരു മധ്യവർത്തിയിലൂടെ അത് വിളംബരം ചെയ്യപ്പെട്ടു. അങ്ങനെയാണ് അവരുടെ ചിന്തയുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് മാലാഖമാരുടെ കാര്യം തന്നെ ഇവിടെ എടുത്ത് പറയുന്നത്. പരിഷ്കരിച്ച ആ ഒരു സുവിശേഷവുമായി അവരിൽ ഒരുവൻ, ഒരു മാലാഖ വീണ്ടും പ്രത്യക്ഷപ്പെട്ടാൽ പോലും അവനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട. പൗലോസ് അവനെ അങ്ങ് ശപിച്ച് കളയുകയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ ദൈവവചനങ്ങളോടൊന്നും കൂട്ടിച്ചേർക്കുകയും വേണ്ട, കുറയ്ക്കുകയും വേണ്ട. ഇനി ശപിക്കുന്നത് ആരാണ്? പൗലോസ് അധികാരമുണ്ട്. പൗലോസ് പറയുന്നു അവൻ ശപിക്കപ്പെട്ടവൻ ആകട്ടെ. മാലാഖയാണെങ്കിലും പൗലോസ് പറയുന്നു അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ഒന്നും കൂട്ടിച്ചേർക്കുകയും വേണ്ട, കുറയ്ക്കുകയും വേണ്ട. നിയമാവർത്തനം 4:2 ഞാൻ നൽകുന്ന കൽപ്പനകളോടെ ഒന്നും കൂട്ടിച്ചേർക്കുകയോ അതിൽ നിന്ന് എന്തെങ്കിലും എടുത്തു കളയുകയോ അരുത്. ഞാൻ നിങ്ങളെ അറിയിക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവീൻ. ഒന്നും കൂട്ടിച്ചേർക്കുകയും വേണ്ട, കുറയ്ക്കുകയും വേണ്ട. കൽപ്പനകൾ അനുസരിക്കുവീൻ. സുഭാഷിതങ്ങൾ 30:6 പറയുന്നു, അവിടുത്തെ വാക്കുകളോട് ഒന്നും കൂട്ടിച്ചേർക്കരുത്, അങ്ങനെ ചെയ്താൽ അവിടുന്ന് നിന്നെ കുറ്റപ്പെടുത്തും. വെളിപാടിൻ്റെ 22:19 വാക്യം, ഈ പുസ്തകത്തിലെ പ്രവചനങ്ങളിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും എടുത്തു കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ നഗരത്തിലും ജീവന്റെ വൃക്ഷത്തിലും അവൻ്റെ പങ്ക് ദൈവം എടുത്തു കളയും. ദൈവത്തിൻ്റെ വാക്കുകളോട് മനുഷ്യനൊന്നും കൂട്ടിച്ചേർക്കരുത്, എടുത്തു കളയുകയും അരുത്. അങ്ങനെ ചെയ്താൽ നമ്മൾ പറയുന്ന വാക്കുകളുടെ അർത്ഥം തന്നെ അങ്ങ് മാറിപ്പോകും. അതുകൊണ്ട് ഒന്നും കൂട്ടിച്ചേർക്കുകയും വേണ്ട, കുറയ്ക്കുകയും വേണ്ട. തന്നിരിക്കുന്നത് ദൈവമാണ്. എല്ലാം അറിയാവുന്ന ദൈവം നമുക്ക് കൽപ്പന തന്നിരിക്കുകയാണ്. അതിനെ വേറെ രീതി കൂട്ടിച്ചേർക്കേണ്ട, അർത്ഥമൊക്കെ വ്യത്യാസം വരുത്തി പറയാനുള്ളതല്ലത്. കർത്താവിൻ്റെ വാക്കുകൾ അതുപോലെ കേട്ട് അനുസരിക്കുകയാണ് വേണ്ടത്. നമുക്ക് ഇന്ന് 9ാമത്തെ വാക്യം വരെയാണ് നമ്മൾ ചിന്തിച്ചത്. സമയം ആകുന്നതുകൊണ്ട് ഇവിടെ നിർത്താം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ. നമ്മൾ മനസ്സിലാക്കുന്നത്
പൗലോസ് ഒരു സുവിശേഷം അറിയിച്ചു. ഗലാത്യക്കാരുടെ ഇടയിൽ ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്, അതാണ് രക്ഷയ്ക്ക് അടിസ്ഥാനം. അല്ലാതെ കുറച്ച് ആചാരങ്ങളും മര്യാദകളും ഒന്നുമല്ല. മോശയുടെ ചില ആചാരങ്ങൾ പറഞ്ഞിട്ടുള്ളതൊന്നും അത് പാലിക്കണം എന്നുള്ളതല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം. ഒരു പുതിയ തരത്തിലുള്ള സുവിശേഷം ആരെങ്കിലും അറിയിച്ചാൽ അതിൽ വിശ്വസിക്കരുത്, കെട്ടുകഥകളിലേക്ക് തിരിയരുത്. ദൈവത്തിൻ്റെ വാക്യങ്ങൾ സത്യമാണ്, എഴുതപ്പെട്ടതിൽ യാതൊരു മാറ്റവും വരുത്തണ്ട. നമ്മളത് വായിച്ച് പഠിച്ചങ്ങ് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ അത് ഗ്രഹിച്ച് അങ്ങനെ ജീവിച്ച് വിശ്വാസത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്നാണ് സൂചിപ്പിച്ചത്. തുടർന്നുള്ള വാക്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ധ്യാനിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ. സകലതും യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.